ഓരോ അവയവങ്ങൾക്കുള്ള ശുദ്ധരക്തക്കൊണ്ടയും അശുദ്ധരക്തക്കൊണ്ടയും മഹാധമനിയുടെയും ചികിത്സയാണ് വാസ്കുലർ സർജറി എന്ന് പറയുന്നത്. 65 വയസ്സിൽ കൂടുതൽ ഉണ്ടാവുക, അല്ലെങ്കിൽ ജെൻഡറായിട്ട് ആണുങ്ങളായിട്ട് ജനിക്കുക. സ്ത്രീകളുടെ ഇത് കുറവാണ് കണ്ടിരിക്കുന്നത്. ജീവിത ശൈലി രോഗങ്ങൾ എന്നാണ് അതിൻ്റെ പേര്. പിന്നെ പ്രമേഹമുള്ളവർക്ക്, പിന്നെ അധികമായിട്ടുള്ള രക്തസമ്മർദ്ദമുള്ളവർക്ക് 60-65 വയസ്സെന്ന് പറഞ്ഞാലും ചിലപ്പോൾ 45-50 വയസ്സിൽ വരുന്നത് കണ്ടമാനം ഭക്ഷണം കഴിച്ച് നമ്മുടെ അമിതമായ ചെറിയ തോതിൽ വ്യായാമം ചെയ്യാതെ കമ്പ്യൂട്ടർ ബേസ്ഡ് ഇരുന്നുകൊണ്ടുള്ള ജോലി. അതുകൊണ്ട് അതായത് നമുക്ക് 1 കിലോമീറ്റർ നടക്കാൻ പറ്റുകയാണെങ്കിൽ അത് ഒരു ആരോഗ്യപ്രദമായ ആക്ടിവിറ്റിയാണ്. ജലാംശം ശരീരത്തിൽ ഉണ്ടാവണമെങ്കിൽ ഈ മാതിരി ഇപ്പോൾ സ്ട്രോക്ക് ആയാലും ഏത് അസുഖമായാലും നമുക്കൊരു കൺട്രോൾ ഉണ്ടാവും. എൻ്റെ പേര് ഡോക്ടർ ഉണ്ണികൃഷ്ണൻ ആണ്. ഞാൻ SUT പട്ടം ഹോസ്പിറ്റലിലെ വാസ്കുലർ സർജനാണ്. വാസ്കുലർ സർജൻ എന്നാൽ ഹൃദയം പമ്പ് ചെയ്യുന്ന രക്തം എല്ലാ കശേരുക്കളിലേക്കും, ലിവർ, കിഡ്നി, കാലിലേക്ക്, തലച്ചോറിലേക്ക് എത്തിക്കാനുള്ള ആ രക്തക്കുഴലുകളെയാണ് ഞങ്ങളുടെ മെയിനായിട്ടുള്ള ഞങ്ങളെ ചികിത്സ നടത്തുന്നത്. ശുദ്ധരക്തക്കുഴലാണ് ശുദ്ധരക്തം ഓരോ കശേരുക്കിലും ഓരോ സെല്ലിനും കൊണ്ടുപോയി കൊടുത്ത് ഓക്സിജൻ, പിന്നെ ഗ്ലൂക്കോസ്, പിന്നെ ഹോർമോൺസ്, നമുക്ക് വേണ്ട സോഡിയം, അങ്ങനെ ലവണങ്ങൾ എല്ലാം കൊണ്ടുപോയി തിരിച്ച് ശുദ്ധീകരിക്കാനായിട്ട് ഹൃദയത്തിലേക്ക് വരുന്നതാണ് അശുദ്ധരക്തക്കുഴൽ. അങ്ങനെ ശുദ്ധരക്തക്കുഴലിൻ്റെയും ഓരോ അവയവങ്ങൾക്കുള്ള ശുദ്ധരക്തക്കൊണ്ടയും അശുദ്ധരക്തക്കൊണ്ടയും മഹാധമനിയുടെയും ചികിത്സയാണ് വാസ്കുലർ സർജറി എന്ന് പറയുന്നത്. ഇതുണ്ടാവാൻ പല കാരണങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് ഈ വാസ്കുലർ അസുഖങ്ങൾ വരുന്നത്? സാധാരണഗതിയിൽ 2 കാരണങ്ങളാണ് നോൺ മോഡിഫയബിൾ കാരണങ്ങൾ എന്ന് പറയുന്നത്. നമുക്കത് മാറ്റാൻ പറ്റാത്ത 2 പ്രയാസങ്ങൾ ഉണ്ടാവുന്നതാണ്. പ്രയാസമല്ല, 2 കാര്യങ്ങൾ. ഒന്ന് 60-65 വയസ്സിൽ കൂടുതൽ ഉണ്ടാവുക, അല്ലെങ്കിൽ ജെൻഡറായിട്ട് ആണുങ്ങളായിട്ട് ജനിക്കുക. സ്ത്രീകളുടെ ഇത് കുറവാണ് കണ്ടിരിക്കുന്നത്. ഇത് രണ്ടും നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റില്ല. ഇത് കൂടാതെ പുകവലിക്കാർക്ക് ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസ് കൂടുതലായിട്ട് വരും. ജീവിത ശൈലി രോഗങ്ങൾ എന്നാണ് അതിൻ്റെ പേര്. പിന്നെ പ്രമേഹമുള്ളവർക്ക്, പിന്നെ അധികമായിട്ടുള്ള രക്തസമ്മർദ്ദമുള്ളവർക്ക്, പിന്നെ ഇപ്പോൾ കൂടുതൽ കണ്ടുവരുന്നത് 60-65 വയസ്സെന്ന് പറഞ്ഞാലും ചിലപ്പോൾ 45-50 വയസ്സിൽ വരുന്നത് കണ്ടമാനം ഭക്ഷണം കഴിച്ച് നമ്മുടെ അമിതമായ വണ്ണം ഉണ്ടായിരിക്കുക. അതേസമയം തന്നെ ചെറിയ തോതിൽ വ്യായാമം ചെയ്യാതെ കമ്പ്യൂട്ടർ ബേസ്ഡ് ഇരുന്നുകൊണ്ടുള്ള ജോലി. അതുകൊണ്ട് അമിതമായ BMI എന്ന് പറയും, നമ്മുടെ ബോഡി മാസ് ഇൻഡെക്സ്, അത് കൂടുതലായി നമ്മൾ പ്രയത്നവും കായിക അഭ്യാസങ്ങൾ കുറവും ഭക്ഷണം അമിതമായി കഴിച്ചാൽ തീർച്ചയായിട്ടും ഒരളവ് വിട്ട് കഴിഞ്ഞാൽ ജീവിതശൈലി രോഗങ്ങൾ വരാം. അത് 60-65-70 എന്നുള്ളത് ഇത്രയും കാര്യങ്ങൾ, പ്രത്യേകിച്ച് വിശിഷ്യ പുകവലിയും കൂടി ഉണ്ടെങ്കിൽ അവർക്കൊരു 45-50 വയസ്സിൽ തന്നെ. ഇന്നിപ്പോൾ ഞാൻ കഴിഞ്ഞ മാസം ഒരു ഓപ്പറേറ്റ് ചെയ്ത ഒരാൾക്ക് 52 വയസ്സ്, അയാൾ ദുബായിൽ ജോലി ചെയ്യുന്നത് മാത്രം, നല്ല സ്ട്രെസ്ഫുൾ ജോലി, പുകവലിയില്ല, രക്താതിസമ്മർദ്ദമില്ല, നോർമൽ ബ്ലഡ് പ്രഷർ, പിന്നെ ഡയബറ്റിസ്, ഈ മാതിരി യാതൊരു അസുഖം ഇല്ലാത്ത ആൾക്കാർക്കും വരാം. പക്ഷേ ഭൂരിഭാഗം ആളിലും എന്തെങ്കിലും ഇതിൻ്റെ കാരണങ്ങളുണ്ടാവും. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് ഭക്ഷണത്തിൽ നമ്മളൊരു ഡയറ്റ് ഡിസിപ്ലിൻ എന്ന് പറയും. ഒരു 40-45 വയസ്സ് വരെ എല്ലാം നമുക്ക് എന്ത് ഭക്ഷണവും എങ്ങനെ വേണമെങ്കിലും കഴിക്കാവുന്നതാണ്. അത് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് സൂക്ഷിക്കേണ്ട സമയമാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഭക്ഷണത്തിൻ്റെ വേണമെങ്കിൽ അളവ് തന്നെ കുറച്ച് കുറയ്ക്കാം. അതേസമയം നമ്മൾ ഏതെങ്കിലും തരത്തിൽ വ്യായാമം ചെയ്യേണ്ടത് ആവശ്യമാണ്. അത് നടന്നാൽ മതിയായിരിക്കും, അല്ലെങ്കിൽ ട്രെഡ്മിൽ ഉണ്ടെങ്കിൽ ട്രെഡ്മിൽ, ക്രോസ് ട്രെയിനർ, അങ്ങനെയുള്ള പരിപാടികൾ, ചെറിയ തോതിൽ ജിമ്മിൽ പോകാം. പക്ഷെ അതേസമയം തന്നെ അധികമായാൽ അമൃതം വിഷം എന്ന് പറയുന്ന മാതിരി വളരെ ഈ വെയ്റ്റ് ലിഫ്റ്റിംഗ്, പിന്നെ ഓവറായിട്ടുള്ള എക്സസൈസ്, പിന്നെ തുടർച്ചയായിട്ടും 2-3 മണിക്കൂർ കളിക്കുക, അങ്ങനെയുള്ള ഓവറായിട്ട് ചെയ്യുന്നത് തീർച്ചയായിട്ടും നമ്മൾ പണ്ട് കാരണവന്മാർ പറയുന്ന മാതിരി അധികമായാൽ അമൃതം വിഷം. അതുകൊണ്ട് എന്തിനും ഒരു ക്രമത്തിലേ പാടുള്ളൂ. 40-45 വയസ്സിൽ നമ്മൾ ചെറിയ തോതിലെങ്കിലും ഡയറ്റ് ഡിസിപ്ലിൻ കൊണ്ട് നടക്കുകയും അധികമല്ലാത്ത വ്യായാമം ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസ്, അതായത് ജീവിതശൈലി രോഗങ്ങൾ പൂർണ്ണമായിട്ടും മാറ്റാൻ പറ്റിയില്ലെങ്കിലും അതിൻ്റെ ആഘാതം നമുക്ക് കുറയ്ക്കുകയും നമുക്ക് ജീവിതം മുമ്പോട്ട് ഒരുവിധം കാര്യങ്ങൾ സ്വയം കൊണ്ടു നടക്കാൻ പറ്റുന്ന തരത്തിലൊരു ആരോഗ്യം സസ്റ്റെയിൻ ചെയ്യാനും പറ്റും.
അതായത് ഭക്ഷണം മിതമായി, വ്യായാമം മിതമായിട്ടെങ്കിലും ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഇഫ് യു ക്യാൻ വാക്ക് എ മൈൽ യു ക്യാൻ ലിവ് വിത്ത് എ സ്മൈൽ. അതായത് നമുക്ക് 1 കിലോമീറ്റർ നടക്കാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായും അത് ഒരു ആരോഗ്യപ്രദമായ ആക്ടിവിറ്റിയാണ്. പിന്നെ ബാക്കി കാര്യങ്ങളെന്ന് വെച്ചാൽ കുറച്ചും കൂടി നമുക്ക് ജലാംശം ശരീരത്തിൽ ഉണ്ടാവണമെങ്കിൽ ഈ മാതിരി ഇപ്പോൾ സ്ട്രോക്ക് ആയാലും ഏത് അസുഖമായാലും നമുക്കൊരു കൺട്രോൾ ഉണ്ടാവും. അപ്പോൾ സത്യത്തിൽ അടുത്തിടെയായിട്ടാണ് ഞാൻ എഴുന്നേറ്റുടനെ നമ്മൾ ബാത്റൂമിൽ പോയി പല്ലൊക്കെ തേച്ച് കഴിഞ്ഞാൽ 1 ഗ്ലാസ് വെള്ളം കുടിക്കുക. എന്താ വെച്ചാൽ നമ്മൾ രാത്രി 10 മണിക്കോ 9:30ക്കോ ഉറങ്ങാൻ കിടന്നാൽ ഒരു 5-8 മണിക്കൂർ നേരം നമ്മൾ തീരെ ജലാംശം ഇല്ലാതെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഏത് പ്രായത്തിലുള്ള ആളായാലും 1 ഗ്ലാസ് മിനിമം വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. പിന്നെയാണ് ബെഡ് കോഫി, ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ പോകുന്നത്. അപ്പോൾ ജലാംശം ശരീരത്തിൽ ഉണ്ടാവണം. എന്ന് വെച്ചാൽ നമ്മുടെ രക്തം ഒഴുകി ഓരോ അവയവങ്ങളിൽ എത്തുന്നത് ഒരു ലിക്വിഡ് എന്ന് പറയുന്നത് ദ്രാവക രൂപത്തിലാണ്. ജലാംശം കുറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. പലപ്പോഴും ഏർലി മോർണിംഗ് ഹാർട്ട് അറ്റാക്ക്, ഏർലി മോർണിംഗ് സ്ട്രോക്ക്, പക്ഷാഘാതമൊക്കെ വരുന്നത് ഈ ഒരു പ്രക്രിയ കൊണ്ടാണ്. അസുഖമുണ്ട്, കൊഴുപ്പിൻ്റെ അംശം അധികമായി കിടക്കുന്നുണ്ട്, അതോടുകൂടി നമ്മൾ ജലാംശം കുറയാണ്. രാത്രി എഴുന്നേറ്റ് നമുക്ക് 4 മണിക്കൂർ കൂടുമ്പോൾ എഴുന്നേറ്റിരുന്ന് വെള്ളം കുടിക്കാൻ പറ്റില്ല. പക്ഷേ കാലത്ത് എണീറ്റ ഉടനെ 1 ഗ്ലാസ് വെള്ളം കുടിക്കണം. ബാക്കി ഡയറ്റ് ഡിസിപ്ലിൻ, പിന്നെ ചെറിയ തോതിൽ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ജീവിതശൈലി രോഗങ്ങൾ ഒരുവിധം നിയന്ത്രിക്കാനും അഥവാ വരികയാണെങ്കിൽ തന്നെ കാര്യമായ പ്രയാസമില്ലാതെ ഒരു ഡോക്ടർ, വാസ്കുലർ സർജനോ ഒരു ഫിസിഷ്യനോ അടുത്ത്, കാർഡിയോളജിസ്റ്റിൻ്റെ അടുത്ത് പോയി ചികിത്സ സ്വീകരിക്കുക. ചികിത്സയിലും പറ്റുന്നില്ല, 70-80% ഈ തലച്ചോറിലേക്ക് പോകുന്ന രക്തങ്ങൾ തടസ്സമാണെങ്കിൽ അതിന് വേണ്ട പ്രക്രിയ സ്റ്റെൻഡിങ് അല്ലെങ്കിൽ കരോട്ടിഡ് എൻഡോട്ടമി ചെയ്ത് കഴിഞ്ഞാൽ പക്ഷാഘാതം, അതേമാതിരി തന്നെ ട്രെഡ്മിൽ ടെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഹാർട്ടിലേക്ക് പ്രശ്നമുണ്ടോയെന്ന് അറിയാൻ പറ്റും. ഇതെല്ലാം നമുക്കൊരു കൺട്രോൾ ചെയ്യുന്ന മാതിരി കൊണ്ടു നടക്കാൻ പറ്റും. ഡയറ്റ് ഡിസിപ്ലിനും ആവശ്യത്തിനുള്ള വെള്ളം കുടിക്കുകയും ചെറിയ തോതിലെങ്കിലും വ്യായാമം ചെയ്തുകൊണ്ട് ജീവിതം മുമ്പോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് സുഖകരമായി വിത്തൗട്ട് വലിയൊരു പ്രയാസങ്ങളില്ലാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. താങ്ക് യു.